guys, welcome back to Malo Vlogs. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ തിരിച്ച് ജർമ്മനിക്ക് പോവാണ്. നിങ്ങളുടെ കാഴ്ചയൊക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് ചങ്ങലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങൾ കുരിശൊക്കെ വരച്ച് കഴിഞ്ഞ് ഉമ്മ എടുക്കാൻ നേരത്താണ് മീനൂട്ടി അമ്മ ഒടുക്കത്തെ കരച്ചിൽ. മീനൂട്ടി അറിയാതെ കണ്ടിട്ട് എനിക്ക് ചിരി വരുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കസിൻ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. മീനൂട്ടി കരച്ചിൽ കൊണ്ടായിരുന്നെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് അവളൊന്ന് ഛർദ്ദിച്ച്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഇത് സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുള്ളൂ. ഗ്ലാസ്സിൽ കണ്ടോ ഇങ്ങനെ പുകയൊക്കെ പോലെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് വിശന്നത്. ഞങ്ങൾ ഇരുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു ഹോട്ടൽ പോലെ. ഞങ്ങൾ അവിടെ പോയിരുന്ന് കഴിച്ചു. അതിൻ്റെ വില കണ്ടപ്പോഴാണ് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയത്. അതിനെല്ലാത്തിനും കൂടെ 490 rupees ആയിരുന്നു. അത് ഞങ്ങൾ കഴിച്ചതിന് ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ ആ മീൻ പയ്യെ ഫോണിൽ കയറി. ഞാനും പിന്നെ ഫോണൊക്കെ എടുത്തിരുന്നു. അത് കഴിഞ്ഞാണെങ്കിൽ ഓരോ ഫ്ലൈറ്റിന് ഇങ്ങനെ വിളിച്ചു തുടങ്ങി. ഞങ്ങളുടെ ഫ്ലൈറ്റ് മാത്രം ഇതുവരെയായിട്ടും വിളിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കളിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ വിളിച്ചത്. ഞങ്ങളാണെങ്കിൽ പോയി. ആ കിടക്കുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റാണ്. അപ്പം ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. മീനു ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഏറ്റു വന്നുകൊണ്ട് മീനു ഉറക്കപ്പിച്ചിലാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ കഴുത്തിൽ മറ്റേ ആ തലവെണ്ണയൊക്കെ എടുത്തു വെച്ചു. അത് തന്നെ ഞങ്ങളിങ്ങനെ കിടന്നപ്പോഴാണ് കണ്ടത്. ഇത് കണ്ടോ, ഈ മേളിൽ കൂടെ പുക വരുന്നേ. അത് തന്നെ ഫ്ലൈറ്റ് മുകളിലോട്ട് പൊങ്ങി പൊങ്ങി തുടങ്ങി. ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് മീനൂട്ടി സങ്കടത്തിലായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പം മമ്മിക്ക് സിമ്പിൾ തോന്നി. മമ്മിയാണെങ്കിൽ ഫോൺ കൊടുത്തു. അതുകൊണ്ട് ബോംബെ എത്തുന്നോണം വരെ മീനൂട്ടി ഫോണിലായിരുന്നു. പിന്നെ ഈ ഫ്ലൈറ്റിൽ TV ഇല്ലല്ലോ, അതുകൊണ്ട് മീനൂട്ടി ഫുൾ ടൈം ഫോണിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോംബെയിലെത്തി. ഇനി ഞങ്ങൾക്ക് ബോംബെയിൽ നിന്ന് ജർമ്മനിലോട്ട് നാളെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളുടെ കസിൻ ഞങ്ങളെ കൂട്ടാൻ വരും. ഞങ്ങൾ ഇനി സൂട്ട് കേസ് എടുക്കാൻ പോവാണ്. ഞങ്ങൾ വീട്ടിലെത്തി. ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ അവിടെ പുറത്ത് പാർക്കുണ്ട്, ഞങ്ങളവിടെ കളിക്കാൻ പോയി. മീനൂട്ടിയുടെ സങ്കടമൊക്കെ മാറി. മീനൂട്ടിയാണെങ്കിൽ ഒരു പട്ടീനെ ഫ്രണ്ടായിട്ട് കിട്ടി. മീനു ആ പട്ടിയുടെ പറയുകയായിരുന്നു. ഈ പട്ടിക്കുട്ടിയുടെ പേര് ലൂഡോ എന്നാണ്. ലൂഡോ ആണെങ്കിൽ ഇങ്ങനെ ബോളൊക്കെ എറിഞ്ഞുമ്പം ഇങ്ങനെ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരും. ട്രെയിൻ ചെയ്ത പട്ടിയാണ്. ഞാനും മീനു ആണെങ്കിൽ ഇങ്ങനെ ബോൾ എറിയാൻ വേണ്ടി വഴക്കുണ്ടാക്കി. രാത്രി ആയപ്പോൾ ഞങ്ങൾ പുറത്തു പോയി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് അവിടെ ഒരു വാട്ടർ ഡിസ്കോ നടക്കുന്നുണ്ട് ഒരു പാർക്കിൽ. ഞങ്ങൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് പുറത്തു നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ ചെയ്തപ്പോൾ രാത്രിയായി. ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു. ഇത് ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ബോംബെയിലെ കാര്യം അറിയാലോ, ട്രാഫിക്. പിന്നെ ഞങ്ങളാണെങ്കിൽ എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് ഭയങ്കര വലിയ എയർപോർട്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഇറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഗേറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ചത്. അത് ഞങ്ങൾ അവിടെ പോയിരുന്നു. മീനൂട്ടി പിന്നെയും ഫോണിൽ കയറി. ഞാനും ഫോണിലായിരുന്നു. ഫ്ലൈറ്റിൽ കയറി. ഞങ്ങൾ ഫ്ലൈറ്റ് പറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫ്ലൈറ്റ് പറക്കുന്നോണ്ട് വരെ ഫ്ലൈറ്റിലെ TV പണിയാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു. ഞങ്ങൾ കഴിക്കുമായിരുന്നു. നോൺ വെജാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. വലിയ കുഴപ്പമില്ലായിരുന്നു. മീനൂട്ടി ആണെങ്കിൽ ബിരിയാണി കഴിച്ചില്ല. മീനു എപ്പോഴത്തെ പോലെ ബ്രെഡാണ് കഴിച്ചത്. പിന്നെ കുറച്ച് നേരം TV കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. മീനൂട്ടി ആണെങ്കിൽ TV കാണുമായിരുന്നു. അവളാണെങ്കിൽ നാട്ടിലോട്ട് പോയപ്പോഴും ഇപ്പം അവിടെ തിരിച്ചു പോകുമ്പോഴും ജയ 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 ഹേ ആണ് കണ്ടത്.
അങ്ങനെ ഞങ്ങൾ ജർമ്മനിയിൽ ലാൻഡ് ചെയ്തു ഗായ്സ്. ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ എത്തി. ഇനി ഞങ്ങൾ ലഗേജ് എടുക്കാൻ പോവുകയാണ്. അപ്പ ഞങ്ങളെ കൊണ്ടുവരാൻ വരും. അപ്പാനെ കണ്ട സന്തോഷത്തിൽ മീനു പെട്ടിയൊക്കെ എറിഞ്ഞിട്ട് അപ്പാനെ പോയി കെട്ടിപ്പിടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.